ഹായ്, വെൽക്കം ടു ജിനൂസ് ഫാഷൻ. ഇന്ന് നമ്മൾ ഒരു ആന്ധ്ര സ്പെഷ്യൽ മജ്ജിക ചാറാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. മജ്ജിക ചാറ് നമ്മുടെ നാട്ടിലെ മോര് നമ്മൾ കാച്ചാറില്ലേ, മോര് കറി ഉണ്ടാക്കാറില്ലേ, അതിൻ്റെ ഒരു വെർഷൻ, വേറൊരു വെർഷനാണ് ചെയ്യുന്നത്. മോര് നമ്മുടെ നാട്ടിൽ നല്ല പുളിയുള്ള തൈര് ഉപയോഗിച്ചാണ് നമ്മൾ മോര് കാച്ചുന്നത് അല്ലേ. പക്ഷേ ഇതെന്ന് വെച്ചാൽ പുളിയേ ഇല്ല. എന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു പുളി മാത്രമേ ഉള്ളൂ. തൈരെന്ന് പറയാനുള്ള ഒരു പുളി മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മോര് കറിക്ക് നമ്മൾ തൈര് നമ്മളൊന്ന് ചൂടാക്കും അല്ലേ, ചൂടാക്കിയിട്ട് എടുക്കത്തുള്ളൂ. കടുവൊക്കെ വറുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ചൂടാക്കി എടുക്കും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ആ പ്രോസസ്സെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആന്ധ്ര സ്പെഷ്യൽ മജ്ജിക പുളിസ് എങ്ങനെ തയ്യാർ ചെയ്യുന്നത്, അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആന്ധ്ര സ്പെഷ്യൽ മജ്ജിക പുളിസാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാർ ചെയ്യാമെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നും ബൗളിലെടുക്കുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂണോളം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുക്കാനുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ കടുക്, ഉഴുന്ന്, കടലപ്പരിപ്പ്, അതുപോലെ ജീരകമാണ് ഇതിനകത്ത് ഇടുന്നത്. ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം ഓരോ ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ മോരുകറി പോലെയല്ല, ഇത് ഇച്ചിരി നല്ല കട്ടിക്കായിട്ട് കാണും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം കടുക് വറുക്കാനുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുക്കേണ്ട ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് എണ്ണയിൽ. ഇപ്പോൾ നമ്മുടെ കടുക് വറുത്തതെല്ലാം നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വറ്റൽമുളകാണ് 2 എണ്ണം നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകാണ്, എരിവിന് ആവശ്യമായ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തായിട്ട് നമുക്കൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തൈരിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മൊത്തം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തെ ഉപ്പും ഇതെല്ലാം നമുക്കൊന്ന് നോക്കണം. ഇത് നമ്മൾ ആന്ധ്രയിലെ സ്പെഷ്യലായിട്ടുള്ള മജ്ജിക പുളിസാണ്. ഇത് നമ്മൾ വലിയ വലിയ ഹോട്ടൽസിലും അതുപോലെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇവിടെ നമ്മൾ സാധാരണ കാച്ചിയ മോര് പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ എന്ന് പറയുന്നത് ആന്ധ്രയിലെ എന്ന് പറയുന്നത് മജ്ജിക പുളിസാണ്. ഇത് ഉണ്ടാക്കുന്ന രീതി ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ലാസ്റ്റ് ഒരു കുറച്ച് ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് കടിക്കുകയും ചെയ്യാം. പച്ച ഉള്ളി ഇതിനോടൊപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആന്ധ്ര സ്പെഷ്യൽ മജ്ജിക പുളിസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മോരുകറിയുടെ വേറൊരു വെർഷൻ. നമ്മൾ നാട്ടിലെ മോരുകറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നല്ല പുളിയുള്ള തൈരായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അത് തിളപ്പിക്കുകയല്ല, ജസ്റ്റ് ചൂടാക്കും അല്ലേ, അന്ന് ചൂടാക്കിയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നേരിട്ട് നമ്മളിത് പുളിയില്ലാത്ത തൈരും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് അധികം വഴറ്റുന്നുമില്ല, ലൈറ്റായിട്ടൊന്ന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റിൽ സാധാരണ നമ്മുടെ പച്ച ഉള്ളി തന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെയ്തതിന് ശേഷം കമൻറ്റ്സ് എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെ നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീനു.